നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതഭാരം എന്നുള്ള ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ടാണ്. നമ്മുടെ ഓഫീസിൽ പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ നമുക്ക് വെയിറ്റ് കുറയാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ആയുർവേദത്തിലുണ്ടോ എന്നുള്ളത്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിൽ വെയിറ്റ് കുറയുക എന്നുള്ളതല്ല ആയുർവേദത്തിൻ്റെ രീതി. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് ഗെയിൻ സംഭവിച്ചത് എന്നുള്ള റൂട്ട് കോസിനെയാണ് ആദ്യം ആയുർവേദത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മെറ്റബോളിക് ഡിസോർഡറിൻ്റെ കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസിൻ്റെ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ഒരു പ്രീകസർ പോലെ ആവാം. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ശരിയായിട്ട് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ആയുർവേദത്തിൽ പോസിബിളായിട്ട് ചെയ്യാവുന്ന കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു അഭ്യംഗം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാമായിരിക്കും. ആയുർവേദത്തിൻ്റെ രീതിയിൽ തനതായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങൾ അല്ലെങ്കിൽ തൈലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോഡിയിൽ ചെയ്യുന്ന മസാജിനെയാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യുന്ന ഒരു ഡീപ് ടിഷ്യൂ മസാജിൻ്റെ ലെവലിൽ ചെയ്യുന്ന അഭ്യംഗം, അതുപോലെ സ്റ്റീം ബാത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ടെൻഡൻസിയുള്ള മെഡിസിൻസിനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ തരുന്ന സ്റ്റീം ബാത്തുകൾ, അതുപോലെ ധാന്യാമ്ലധാര അല്ലെങ്കിൽ അമ്ലധാര, കഷായധാര, ഉദ്വർത്തനം പോലുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ മികച്ച രീതിയിൽ നമുക്ക് വെയിറ്റ് റിഡക്ഷനെ സാധ്യമാക്കുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ വരുന്ന പേഷ്യൻസ് അറിയേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് മോണിറ്റർ ചെയ്ത് പോയി, ഇന്ന് 1 കിലോ കുറഞ്ഞു, നാളെ 2 കിലോ കുറഞ്ഞു, അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിന് ആദ്യം ഒരു ഒതുക്കം സംഭവിക്കുകയും അതിന് ശേഷമാണ് നമ്മളുടെ വെയിറ്റിൽ ഒരു റിഡക്ഷൻ സാരമായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ നമ്മളുടെ എക്സ്റ്റേണൽ തെറാപ്പീസിൽ മാത്രമല്ല, ഇൻറ്റേർണലിയും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എക്സസൈസുകളും കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും ഉണ്ടാവും. ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആവുന്നത്.